നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. രോഹിണി നാളുകാരുടെ ഇപ്പോഴുള്ള സമയം എങ്ങനെയാണെന്ന് നോക്കാം. അഷ്ടമത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ ശനിയുമാണിപ്പോൾ സഞ്ചാരം. ജനുവരി 24 ശനി 9 മാറും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ. തൊഴിൽ രംഗത്ത് വലിയ പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകും. നിങ്ങളുടെ കർമ്മ മേഖലയിൽ തന്നെ വളരെയധികം പുരോഗതി കൈവരാനുള്ള ലക്ഷണം കാണുന്നുണ്ട്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ ചിലർക്ക് സാഹചര്യം ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലം കൂടെയാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അത് കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ച് അതിൽ നിന്നും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖല വലിയ തോതിൽ വിപുലീകരിച്ച് വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തിക പുരോഗതി, മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുക, നൂതനമായ പ്രണയബന്ധങ്ങൾ, കുടുംബത്തിന് സന്തോഷം, ഇതെല്ലാം ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത്. ശനിയുടെ അഷ്ടമാവസ്ഥയും അതിൽ നിന്ന് 9 പ്രയാണവും നിമിത്തം ആരോഗ്യകാര്യങ്ങളിൽ രോഹിണിക്കാർ കുറച്ചുകൂടി ശ്രദ്ധ വേണം. പ്രതീക്ഷിക്കാത്ത ചില അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെ വരാം. ഉദര സംബന്ധമായ പ്രയാസങ്ങൾ, ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. അപ്പോൾ രോഹിണി നാളുകാർ ആരോഗ്യകാര്യം കുറച്ച് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനസ്സിന് സംഘർഷമുണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് പോകരുത്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ, വാക്കുതർക്കങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ നല്ലതുപോലെ നിയന്ത്രണം പാലിക്കണം. മിതത്വവും കരുതലും ഉണ്ടായിരിക്കണം. അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. വെറുതെ മനസ്സംഘർഷം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകേണ്ടതാണ് രോഹിണിക്കാർ. എല്ലാവിധ ദോഷങ്ങളും പരിപൂർണമായി പരിഹരിക്കുന്നതിനും അതോടൊപ്പം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഐശ്വര്യ അഭിവൃദ്ധി പൂർണ്ണമായി നേടുന്നതിനുമായിട്ട് ഒരു ലഘുവായ മാർഗം പറയാം. മഹാത്രിപുര സുന്ദരി ദേവിയുടെ വിശിഷ്ടമായ ശ്രീചക്ര മഹാമേരു, ഇത് നിങ്ങൾ പ്രാണപ്രതിഷ്ഠയും ചൈതന്യ പ്രസ്ഥാരവും ചെയ്ത് വാങ്ങി നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറിയിൽ ഭദ്രമായി ദീപദർശനം ചെയ്ത് പതിവായി ജപവും മറ്റുമായി ആരാധിച്ചാൽ സർവൈശ്വര്യ സമൃദ്ധിയാണ് അതിൻ്റെ ഫലം.